നാമമേ എൻ്റെ ആത്മാവിനാധാരമേ, അതൻ നാവിനെത്ര മാധുര്യമേ. എന്നേശുവേ നിന്റെ നാമമേ എൻ്റെ ആത്മാവിനാധാരമേ, അതൻ നാവിനെത്ര മാധുര്യമേ. സുഭാഷിതം. ഇന്നത്തെ ചിന്തയ്ക്കായി അപ്പോസ്തല പ്രവർത്തികൾ 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ നിന്നും, അവന്റെ നാമത്തിലെ വിശ്വാസത്താൽ അവന്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാപിപ്പാൻ കാരണമായി തീർന്നു. അവൻ മുഖാന്തരമുള്ള വിശ്വാസം ഇവന് നിങ്ങൾ എല്ലാവരും കാണുകെ ഈ ആരോഗ്യം വരുവാൻ ഹേതുവായി തീർന്നു. ആൻഡ് ഹിസ് നെയിം ത്രൂ ഫെയ്ത്ത് ഇൻ ഹിസ് നെയിം ഹാസ് മെയ്ഡ് ദിസ് മാൻ സ്ട്രോങ് whom you see and know. Yes, the faith which comes through him has given him this perfect soundness in the presence of you all. ഒരിക്കൽ പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ടുവന്നു. ദേവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷ യാചിപ്പാൻ അദ്ദേഹത്തെ ദേവാലയ ഗോപുരത്തിങ്കൽ ഇരുത്തുമാറുണ്ട്. പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് കടക്കാൻ ചെല്ലുമ്പോൾ ഈ മുടന്തൻ അവരോടും ഭിക്ഷ ചോദിച്ചു. 6-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ് അവനെ വലങ്കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവന്റെ കാലും നരിയാണിയും ഉറച്ചു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടെ ദേവാലയത്തിൽ കടന്നു. പത്രോസിന്റെ കയ്യിൽ എന്തുണ്ടായിരുന്നു എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്: നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമം. ഈ നാമത്തിലാണ് അവനോട് എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞത്. വിസ്മയം പൂണ്ട യഹൂദന്മാരോട് തുടർന്ന് പത്രോസും യോഹന്നാനും യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നു. പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞ് ജീവനായകനെ കൊന്നുകളഞ്ഞു എങ്കിലും ദൈവം യേശുവിനെ മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു എന്നതിന് സാക്ഷ്യമാണ് യേശുവിന്റെ നാമത്തിൽ മുടന്തൻ സൗഖ്യമായത്. പ്രിയമുള്ളവരെ, ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. ഈ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് എന്ത് ലഭിക്കുമെന്ന് ആരുടെയെങ്കിലും ഹൃദയത്തിൽ തോന്നുന്നുണ്ട് എങ്കിൽ നാം അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്ന് ചിന്തിച്ച ഈ 3 അധ്യായത്തിൽ നിന്നും മാത്രം ചില കാര്യങ്ങൾ പറയുവാൻ താല്പര്യപ്പെടുന്നു. 2:21 എഴുതിയിരിക്കുന്നത്: എന്നാൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടുമെന്ന് ദൈവം അരുളി ചെയ്യുന്നു. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുവാൻ മനസ്സുണ്ടോ? എന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. നിത്യശിക്ഷാവധിയിൽ നിന്ന് രക്ഷിക്കപ്പെടുവാൻ യേശുവിന്റെ നാമം മാത്രമാണുള്ളത്. 2:38 വായിക്കുന്നത്: നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. പാപമോചനത്തിന്റെ പരസ്യ പ്രഖ്യാപനമാണ് സ്നാനം. ഇന്ന് നാം ചിന്തിച്ച 3-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ യേശുവിന്റെ നാമം പിറവിയിലെ മുടന്തനായവന് നടക്കുവാൻ ശക്തി പകർന്നു. നാം വായിച്ച കുറിവാക്യത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അവന്റെ നാമത്തിലെ വിശ്വാസത്താൽ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാപിപ്പാൻ കാരണമായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിച്ചതുകൊണ്ട് അവന് ബലവും ആരോഗ്യവും ലഭിപ്പാൻ ഇടയായി തീർന്നു. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവിന്റെ നാമത്തെക്കുറിച്ച് പറയുവാൻ ധാരാളം വചനങ്ങൾ ഇനിയുമുണ്ട്. നാം ചിന്തിച്ചതിൽ നിന്ന് ചോദിക്കട്ടെ: യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിച്ച് രക്ഷ പ്രാപിപ്പാൻ മനസ്സുണ്ടോ? നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. മാനസാന്തരപ്പെട്ടവർ യേശുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുവാൻ തീരുമാനമെടുക്കുമോ? ജീവിതത്തിൽ മുന്നോട്ടു പോകുവാൻ കഴിയാതെ മുടന്തനെ പോലെ ഭിക്ഷയാചിക്കാൻ ഇരിക്കുകയാണോ ചെയ്യുന്നത്? യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് മുന്നോട്ട് നടക്കുക. മുടന്തൻ നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയതുപോലെ നമുക്കും അവിടുത്തെ നാമത്തിൽ സ്തുതി കരേറ്റാം. നിങ്ങൾക്ക് ബലവും ആരോഗ്യവും യേശുവിന്റെ നാമത്തിൽ പ്രദാനം ചെയ്തിരിക്കുന്നു. പ്രാർത്ഥിക്കുന്നു. കരുണയുള്ള പിതാവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളെ പ്രാപിച്ചെടുക്കുവാൻ
അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് അങ്ങയോട് അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ. നന്മയ്ക്ക്